അപ്പോൾ നമ്മുടെ കൊച്ചി റൂമിലോട്ട് പുതിയ കട്ടിലൊക്കെ മേടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. വീട്ടിൽ പോകണമെന്ന് ഒറ്റ ആഗ്രഹം. സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണി 2 മണി രാത്രി പോകണമെന്ന് വിചാരിച്ച് പോകണം. ഇതാണ് നമ്മുടെ എടപ്പള്ളി പള്ളി കേട്ടോ. ഈ പള്ളി വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് എല്ലാ ഞായറാഴ്ച ഞാൻ വരാറുണ്ട്. സോ എന്തായാലും 2 മണിക്ക് നോക്കുമ്പോൾ ഒരു ബസ് ഉണ്ട്, നല്ല അടിപൊളി ഒരു ബസ്. അപ്പോൾ എന്തായാലും അതിൽ കയറി പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ റോങ് സൈഡിൽ കയറിയിട്ട് ഒരു കാർ അതാ ഫ്രണ്ടിലോട്ട് പോയി കളിക്കുന്നത്, ബാക്കോട്ട് പോയി കളിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് പോയി. അപ്പോൾ രാത്രി 2 മണി റോസാരിയോ എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു ബസ് നമുക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ AC സെമി സ്ലീപ്പർ ബസ്സാണ്. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും. 100 രൂപ ട്രെയിനിലും എത്തുമെങ്കിലും 500-600 രൂപയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എത്താം. അങ്ങനെ രാവിലെ നമ്മൾ കണ്ണൂർ നോക്കുമ്പോൾ ജോക്കിൻ്റെ പരസ്യമാണ് കാണുന്നത്. അയ്യോ എൻ്റെ ദിവസം പോയി. സമയം ഇത് എവിടെയാണ് നോക്കി കഴിയുമ്പോൾ നമ്മൾ കോഴിക്കോട് കാലിക്കറ്റ് എത്തി കേട്ടോ. സംഭവം അടിപൊളി. എത്തിയതേ അറിഞ്ഞില്ല, ഒരു മടുപ്പില്ലാണ്ട് എത്തി. തലവേദനയാണെങ്കിൽ സുഖമായിട്ട് എത്തി. പിന്നെ ഭയങ്കര വെയിലടിക്കുന്നത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരേക്ക് ഏകദേശം എത്തിയെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഏകദേശം 8 മണി ആവാറായി. ഇത് നേരിയ വണ്ടി അഹിയിൽ എണ്ണ അടിക്കാൻ കയറ്റി ഏകദേശം 3000 രൂപയ്ക്ക് അടിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോൾ എത്ര രൂപയ്ക്ക് അടിക്കുന്നത് നോക്കുമ്പോൾ 35 ലിറ്റർ. ഇത് ഡീസലാണോ പെട്രോളാണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ തലശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തി എന്തെങ്കിലും ചായ അടിക്കുന്ന നൈസായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഒരു കല്ലുമ്മക്കായി എന്ന് പറഞ്ഞപ്പോൾ 2 കല്ലുമ്മക്കായി എടുത്ത് തന്ന് വൃത്തിയായിട്ട കല്ലുമ്മക്കായി തിന്നാനും കൊള്ളത്തില്ല. അപ്പോൾ ഒരു വിധത്തിൽ തിന്നിട്ട് നമ്മൾ നാട്ടിലോട്ട് ഒരു ഓട്ടോയും പിടിച്ച് അങ്ങനെ നാട് പിടിച്ച് ഏകദേശം 70 രൂപ ഞാനാണ് രാവിലെ തന്നെ ഓട്ടോക്കാരനെ മേടിച്ച്. ഫസ്റ്റിന് നമ്മൾ കണ്ടത് നമ്മുടെ ബ്ലൂബീനെയാണ്. അപ്പോൾ തന്നെ ബ്ലൂബി എടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പറക്കണം. പിന്നെ നോക്കും കുണുവാബി ഇത് എന്നെ നോക്കി നിൽക്കണം, നീ ഏതാട്ടാന്നാണ് ആ നോട്ടത്തിലുള്ളേ നമുക്ക് മനസ്സിലായി. പിന്നെ അനിയത്തി എൻ്റെ റൂമിലിരിക്കുന്ന അവളെന്നെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. അപ്പോൾ നമ്മുടെ പൂച്ചകൾ ഇത് 2 അട്ട പറ്റി പിടിച്ച് കൊടുക്കുന്ന പോലെ ഇവിടെ കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു ടീം. അപ്പോൾ അമ്മയ്ക്ക് ഇന്നും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ 3ാമത്തെ തൊട്ടാണ് എൻ്റെ സർപ്രൈസ് പാളുന്നത്. അമ്മേൻ്റെ ബാഗ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ.